സർ, എല്ലാ മേഖലയും പരിഗണിക്കുകയും മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ ധൈര്യമായി നേരിടുകയും ചെയ്യുന്ന കാഴ്ചപ്പാടോടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ സർക്കാരിൻ്റെ ഉപനയപദ്ധതികളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. സർ, കേന്ദ്രം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കോർപ്പറേറ്റ് പൂജ നടത്തുമ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് സാധാരണക്കാരൻ്റെ ജീവിതമേലെ ശാക്തീകരിക്കുന്നതാണെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം സർ. രാജ്യത്ത് ഗ്രാമങ്ങൾ അനാഥമാകുകയാണ്. നഗര കേന്ദ്രീകൃത വികസനമാണ് രാജ്യത്ത് നടക്കുന്നത്. ധനകാര്യ മന്ത്രാലയ റിപ്പോർട്ട് പ്രകാരം തന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വളർച്ചയുടെ ഗുണം ഉപരിമധ്യവർഗങ്ങളിൽ ഒതുങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിലെയും നഗരമേഖലകളിലെയും തൊഴിലാളികളുടെയും സാമ്പത്തിക വളർച്ച അതിന് കുറഞ്ഞു സർ. അവരുടെ ശമ്പളത്തിൽ മാറ്റമില്ലാത്തതും അവരുടെ സാമ്പത്തിക ക്രയവിക്രയ ശേഷി ഉപഭോഗത്തിന്റെ വളർച്ചയില്ലാത്തതുമാണ് സർ അതിന് കാരണം. രാജ്യത്തെ കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 2026 രാജ്യത്തെ കോടീശ്വരന്മാരുടെ എണ്ണം ഇരട്ടിയാകുമെന്നാണ് സർ ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നത്. 2022 ആഗോള അസമത്വ റിപ്പോർട്ട് പോലും ഒരു വിഭാഗത്തിന് മാത്രം കൂടുതൽ വരുമാന വളർച്ച ഉണ്ടാകുന്നതും സാമ്പത്തിക അസമത്വമുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ്. സർ, താഴെത്തട്ടിൽ 50%-ക്കാൾ 20 മടങ്ങ് അധികമാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആദ്യ 10% വരുമാനം. സർ, ദേശീയ വരുമാനത്തിന്റെ 22% രാജ്യത്തെ 1% ആളുകളുടെ കയ്യിലാണ് സർ. താഴെത്തട്ടിലെ 50%-ന്റെ കയ്യിൽ ആകെ 13% വരുമാനമാണുള്ളത്. സർ, ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഒരു ബഡ്ജറ്റും അതിന്റെ സമീപനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്നത്. ആ നയവ്യത്യാസമാണ് സർ ഞങ്ങൾ എപ്പോഴും എടുത്തു കാണിക്കുന്നത്. സർ, കേരളത്തിന്റെ നയം മൂലം പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചപ്പോഴും കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചിട്ടും ഗ്രാമീണ സമ്പദ്ഘടനയിൽ തിളക്കമാർന്ന നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അത്തരം പ്രവർത്തനങ്ങളെയാണ് ധൂർത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് സർ ഖേദകരം. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർ, റിസർവ് ബാങ്ക് പുറത്തുവിട്ട 2022-23 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം തന്നെ കാർഷികേതര നിർമ്മാണ തൊഴിലാളികൾക്ക് ഏറ്റവും അധികം പ്രതിദിന വേതനം ലഭിക്കുന്ന കേരളത്തിലാണ് സർ. ദേശീയ ശരാശരി 345.7 രൂപയാണ്. കേരളത്തിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന 764 രൂപയാണ് സർ. കഴിഞ്ഞ വർഷത്തേക്കാൾ 36.5 രൂപ അധികം. സർ, കർഷക തൊഴിലാളി കേരളത്തിൽ 764 രൂപ ലഭിക്കുമ്പോൾ മധ്യപ്രദേശിൽ ലഭിക്കുന്ന 292 രൂപയാണ് സർ. വ്യവസായ സംസ്ഥാനമെന്ന് കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്തിൽ ലഭിക്കുന്നത് 241 രൂപയാണ് സർ. കാർഷികേതര തൊഴിലാളി കേരളം 696, മധ്യപ്രദേശ് 273, ഗുജറാത്ത് 246. നിർമ്മാണ തൊഴിലാളി കേരളം 825, മധ്യപ്രദേശ് 278, ഗുജറാത്ത് 323. ദേശീയ ശരാശരി 393. സർ, കേരളത്തിൽ കർഷക തൊഴിലാളിയുടെ കാര്യത്തിൽ കേരളത്തിന് തൊട്ടു പിന്നിൽ നിൽക്കുന്ന കാശ്മീരിൽ പോലും 550 രൂപയാണ് സർ. കേരളത്തിൽ 700, അത്രയും അന്തരമുണ്ട് സർ. തൊട്ടു പിന്നിൽ ജമ്മു കാശ്മീർ 550 ആണ്. ഹിമാചൽ പ്രദേശ് 473, തമിഴ്നാട് 470. ഇത് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ്ഘടനയുടെ ഒരു പ്രതിഫലനമാണ് സർ. അത് കേരളത്തിലെ ഉയർന്ന വരുമാനം കേരളത്തിലെ കർഷക തൊഴിലാളി ഉൾപ്പെടെ കൂടുതൽ ആകർഷിക്കുന്നു സർ. സർ, ഇത്തരത്തിൽ രാജ്യത്തെ ഗ്രാമങ്ങൾ മുഴുവൻ അനാഥമാകുമ്പോൾ 2030 രാജ്യം ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നൊക്കെയാണ് പ്രധാനമന്ത്രി. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ. സർ, ഇത് പ്രസക്തമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാട് നിങ്ങൾ പരിശോധിക്കൂ. സാധാരണക്കാരന്റെ ക്രയവിക്രയ ശേഷിയെ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനം സർ. ഇപ്പോ സാമൂഹ്യക്ഷേമ പെൻഷൻ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു വർഷം 11,000 കോടി രൂപ, അതിൽ വെറും 600 കോടി രൂപ മാത്രം ഒരു വർഷം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരുമ്പോൾ 11,000 കോടി രൂപ കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളുടെ കയ്യിൽ 1,600 രൂപ വരെ എത്തിക്കുമ്പോൾ അവരുടെ ക്രയവിക്രയ ശേഷി വർദ്ധിക്കുകയാണ് സർ. ഈ ഗ്രാമങ്ങൾ അനാഥവും നഗര കേന്ദ്രീകൃത വികസനവും രാജ്യത്ത് നടക്കുമ്പോൾ ഗ്രാമങ്ങൾ സനാഥമാകുന്നത് എങ്ങനെയാണ് സർ? നമ്മൾ കുടിശ്ശിക പെൻഷൻ കൊടുക്കാൻ പോയപ്പോൾ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം, അവരുടെ സന്തോഷം. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ പറയുമ്പോൾ സർ, ആരോഗ്യ മേഖലയിൽ
വെറും 30% ആളുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖല ഇന്ന് 60% ആളുകൾ ഉപയോഗിക്കുന്ന മേഖലയായി മാറി സർ. 62 ലക്ഷം അല്ല 42 ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. 22 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം തരുന്ന 60%. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 1600 കോടി രൂപ ഒരു വർഷം ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ചെലവാക്കുമ്പോൾ ഒരു 140 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തരുന്നത്. ഈ വീടുകളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം അവരുടെ ക്രയവിക്രയ ശേഷി വർദ്ധിപ്പിക്കുകയാണ് സർ. അവരില്ലെങ്കിൽ ചികിത്സ മൂലം ആ കുടുംബം അനാഥമാകില്ലായിരുന്നോ? അതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ജനങ്ങളെ അവരുടെ ക്രയവിക്രയ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണക്കാരുടെ പണം അവന്റെ കയ്യിലേക്ക് എങ്ങനെ എത്തിക്കുന്നു? വിദ്യാഭ്യാസ മേഖലയിൽ വന്ന പരിഷ്കാരങ്ങൾ, അത് ഒരു 10 ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ മറ്റൊരു അൺഎയ്ഡഡ് സ്കൂളിൽ പോയി പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വർഷം ഒരു 25,000 രൂപ ഇല്ലാതെ പറ്റില്ല. 2 കുട്ടികളുണ്ട് 50,000 രൂപ ഒരു വർഷം ആ കുടുംബത്തിന് സേവ് ചെയ്യാൻ കഴിയുകയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഗ്രാമങ്ങൾ സനാഥമാകുന്ന ഒരു കാഴ്ചപ്പാടാണ് സർ LDFന്റെ കാഴ്ചപ്പാട്. ഇതെല്ലാം ധൂർത്തെന്ന് പറഞ്ഞ് കേരളത്തിലെ ഈ പറയുന്ന അവകാശങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കാത്തത് ഇവിടെ എല്ലാം ധൂർത്ത് നടക്കുകയാണ്. എല്ലാം ധൂർത്താണ്. ഈ 11,000 കോടി രൂപ കൊടുക്കുന്നതും ഈ 1,600 കോടി രൂപ ഞങ്ങൾ ചികിത്സയ്ക്ക് കൊടുക്കുന്നതും ഈ പറയുന്ന പാർപ്പിടം വെച്ച് കൊടുക്കുന്നതും. പാർപ്പിടം 3.5 ലക്ഷം കുടുംബങ്ങൾക്ക് പാർപ്പിടം കിട്ടി സാർ കേരളത്തിൽ. വെറും 72,000 രൂപ കേന്ദ്രം തരുമ്പോൾ 3,28,000 രൂപ ഇട്ടുകൊണ്ട് പാർപ്പിടം ഉണ്ടാക്കുകയാണ് കേരളത്തിൽ. 3.5 ലക്ഷം പേർക്ക് പാർപ്പിടം ഉണ്ടാക്കി. ധൂർത്താണോ? ഈ 4 ലക്ഷം കൊടുക്കണ്ട കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് പോലെ 1.5 ലക്ഷം കൊടുത്താൽ മതിയോ? 1.5 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ വീട് വയ്ക്കാൻ പറ്റുമോ? ധൂർത്താണോ? ബാക്കി 2.5 ലക്ഷം രൂപ ഇട്ട് കൊടുക്കുന്നത് നഗരമേഖലയിൽ. ഇതൊക്കെയാണോ കേരളത്തിൽ നിങ്ങൾ കാണുന്ന ധൂർത്ത്? തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപനം എന്താ? കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിന്റെ പദ്ധതി വിധം വെട്ടിക്കുറയ്ക്കുകയാണ്. കേരളത്തിലോ പദ്ധതി വിധം കൂട്ടുകയാണ്. നഗരത്തിൽ അയ്യങ്കാല തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമല്ലേ ഇത്? 13,000 കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ കൊടുത്ത സംസ്ഥാനമല്ലേ അയ്യങ്കാല തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ? ഇങ്ങനെ ജനങ്ങൾക്ക്, ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ കയ്യിൽ പണം എത്തിക്കുന്ന ഗവൺമെന്റാണ് സർ. ഈ സാധാരണക്കാരന് പണം എത്തിക്കുന്നതാണോ ധൂർത്ത്? അതാണോ പ്രതിപക്ഷം കാണുന്ന ധൂർത്ത്? എന്താണ് ധൂർത്ത്? ഏത് മേഖലയിലോ PS നിയമനവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടികൾക്കല്ലേ നിയമനം ലഭിക്കുന്നത്? ആക്ഷേപിക്കുന്നത് എന്തിനാണ്? ഇന്ത്യയിൽ നടന്ന നിയമനത്തിന് 42% കേരളത്തിലാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഗവൺമെന്റ് ആക്ഷേപിക്കുന്നത്? ഏത് കാലത്താണ് ഇത്രയും നിയമനം നടന്നിട്ടുള്ളത്? 10 ലക്ഷത്തിലധികം നിയമനമാണ് കേന്ദ്ര സർവീസിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് കാണണ്ടേ? ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ വീട്ടിലെ ആളുകൾക്ക് പണം കിട്ടേണ്ടതല്ലേ? ജോലി കിട്ടേണ്ടതല്ലേ? ശമ്പളം കിട്ടേണ്ടതല്ലേ? അപ്പൊ ഇങ്ങനെ കേരളത്തിൽ സാധാരണക്കാരന്റെ കൈകളിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ അടച്ചാക്ഷേപിച്ച് അതെല്ലാം ധൂർത്താണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പ്രതിപക്ഷത്തിന്റെ മനോഭാവം എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന താല്പര്യമല്ല സർ. സംസ്ഥാന താല്പര്യമല്ല അത്. ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റ് 1 ഇഞ്ച് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റിനെ സാമ്പത്തികമായി കൂച്ചുവിലങ്ങിടുന്ന കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നയമാണ് സർ. കേരളത്തിന്റെ താല്പര്യം, കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമല്ലേ സർ? നമ്മുടെ ഈ നയമാറ്റം കോൺഗ്രസ് UDF മനസ്സിലാക്കണം സർ. കേന്ദ്ര ഗവൺമെന്റ് ഗ്രാമപ്രദേശത്തെ മുഴുവൻ ആളുകൾ അനാഥമാക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ വരുന്ന നികുതി പണം ആ പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്ന നയം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ബഹുഭൂരിപക്ഷത്തെ സഹായിക്കുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റ് എപ്പോഴും ബഹുഭൂരിപക്ഷം ജനങ്ങളെ സഹായിക്കുന്ന ഗവൺമെന്റ് ആയിരിക്കണം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ആ നയം അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം നിന്ന് ഈ രാജ്യത്തെ, ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ അഭിമാന പുരസ്സരം സാധാരണക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഉപധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ.